നമ്പൂരി, നമ്പൂരി, എഴുന്നേറ്റേ, എഴുന്നേറ്റ. എന്തിനോടോ നടക്കുന്നത്? വെപ്പും തേനൊക്കെ അവിടെയല്ലേ? കടപ്പ് അവിടെ തന്നെ മതി. ആ അസുരന്റെ കൂടെ ആവായിരുന്നു. ഇന്നലെ രാത്രി വേറെ ആളും ഒന്നും അവിടെ കൂടെ കിടക്കാൻ. ആ ഇതാ വരുന്നു ഇയാള് തന്നെ. ഇറങ്ങി പോകുകേ. ദേശവും സഹാരമൊക്കെ എന്റെ അടുത്തല്ലേ ഉള്ളൂ. ഇവിടെ വയ്യല്ലോ. ഇഷ്ടകാരിയല്ലേ? അമ്പലത്തിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? ഞാൻ അതെ. ആ പ്രസാദവുമായിട്ട് ഇങ്ങോട്ട് വരരുത്. ഈ ഉമ്മർത്ത് കയറരുത്. രാധേ, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞിരുന്നവരാണ്. എന്റെ ഉണ്ണി നിന്റെ കൂടി അനിയനാണെന്നാ ഞാൻ കരുതിയിരുന്നത്. അവനെ കൊലയ്ക്ക് കൊടുത്ത ദുഷ്ടന്റെ കൂടെ കഴിഞ്ഞിട്ട്. ഇല്ല രാധേ, അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. നിനക്ക് അങ്ങനെ പറയാൻ നോക്കൂ. പലതും ഞാൻ കേട്ടിരുന്നു നിന്നെ പറ്റി. എന്നാൽ ഇത്തരം ഒരു മനുഷ്യന്റെ കൂടെ നീ ഇല്ല. ഇനി നാം തമ്മിൽ കാണണ്ട. പോയിക്കോളൂ രാധേ. പോകാൻ പോകാം. അതിനു മുൻപ് എനിക്ക് പറയാനുള്ളത് കൂടി നീ കേൾക്കൂ. എനിക്കൊന്നും കേൾക്കണ്ട. കേൾക്കണം. കേൾപ്പിച്ചിട്ടേ ഞാൻ പോകൂ. പലപ്പോഴും ഞാൻ നിന്നോട് പറയാൻ ഒരുങ്ങിയതാ, കഴിഞ്ഞില്ല. ഒരിക്കൽ ഒരാളോടെങ്കിലും തുറന്നു പറയാതെ എനിക്ക് സ്വസ്ഥത കിട്ടില്ല. എനിക്ക് സ്വസ്ഥത കിട്ടില്ല രാധേ. നിനക്ക് ഓർമ്മയില്ലേ, തിരുമേനിക്ക് പാലക്കാട്ടേക്ക് മാറ്റമായപ്പോൾ നിങ്ങൾ എല്ലാവരും പോയി. പിന്നെ ഞാനിവിടെ ഒറ്റയ്ക്കായി. എന്റെ പാർട്ട് ടൈം ജോലിയൊന്ന് സ്ഥിരമാക്കി കിട്ടാൻ ഞാൻ പലരെയും സമീപിച്ചിരുന്നു. കൂട്ടത്തിൽ ചന്ദ്രദാസൻ വലിയ നേതാവാ. ചന്ദ്രാജിന്ന് വിളിക്കും. അങ്ങേര് ശുപാർശ ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ചെയ്യാൻ കഴിയുന്നതിന്റെ മാക്സിമം സഹായം ചെയ്തിരിക്കണം. ചന്ദ്രാജി പറഞ്ഞാൽ പിന്നെ ചെയ്തു കൊടുക്കാതെ പറ്റുമോ? അപ്പോ നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഒക്കെ കാണുമല്ലോ. ഐ മീൻ ഇന്റർവ്യൂ. 11:30 എനിക്ക് മിനിസ്റ്ററുമായി അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഞാൻ റെസ്റ്റ് ഹൗസിൽ കാണാം. സീത പരിഭ്രമിക്കണ്ട. സുകുമാരൻ നായര് സ്വന്തം ആളായിട്ട് കണ്ടാ മതി. ഞാൻ ഇറങ്ങുന്നു. സർട്ടിഫിക്കറ്റ് എല്ലാം ഫയലിലുണ്ട്. അതൊന്നും എനിക്ക് കാണണ്ട. ഇതൊരു ലേസൺ ഓഫീസാണ്. കമ്പനിക്ക് താല്പര്യമുള്ള പല ഗസ്റ്റുകളും ഇവിടെ വരും. അവരെ കാര്യമായി സ്വീകരിക്കുക. വേണ്ടപ്പോ അവരെ ഒന്ന് എന്റർടൈൻ ചെയ്യുക. അതിനുള്ള യോഗ്യത കുട്ടിക്കുണ്ടെന്ന് ഈ ശരീരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്താ നിങ്ങൾ പറയുന്നത്? ചന്ദ്രാജി നാട്ടിൽ നിന്ന് ഫോണിൽ വിളിച്ചപ്പോ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞിരുന്നു. പിന്നെന്താ ഒരു മനസ്സിലാകായിക? കണ്ടറിഞ്ഞു നിന്നാൽ അതിൻ്റെതായ മെച്ചമുണ്ടാവും. പരിഭ്രമിക്കണ്ട, ഇവിടെ വേറെ ആരുമില്ല. അത്രയ്ക്കായോ? അവനെ വെറുതെ വിടില്ല. ആ തെമ്മാടി പോലീസിൽ ഏൽപ്പിക്കണം സാർ. കറക്റ്റ്. സീത നിൽക്ക്, ഞാൻ പോലീസ് ഐ ജി വിളിക്കട്ടെ. എന്തിനാ നമ്മൾ ഇവിടേക്ക്? ഐ ജി കണ്ടേ? പിന്നീട് എത്ര പേർ അവിടെ വന്നെന്നോ എത്ര ദിവസം അവിടെ കഴിഞ്ഞെന്നോ എനിക്ക് ഓർമ്മയില്ല. അതിനിടയ്ക്കാണ് അവിടെ പോലീസ് റെയ്ഡ് ഉണ്ടായത്. എന്നെ അവരെ കൂട്ടത്തിൽ കൊണ്ടുപോകരുത് സാർ. ഞാൻ ഒരു കുറ്റം ചെയ്തവളല്ല. ഓ പിന്നെ നീ മാത്രം ഒരു ശീലാവതി ആർജൻ. സാർ, എന്നെ അവർ ചതിച്ചതാണ്. ഒരു ജോലി തേടി പുറപ്പെട്ട ഞാൻ ഇവിടെയാണ് എത്തിയതെന്ന് അറിഞ്ഞാൽ എന്റെ വീട്ടുകാർ സഹിക്കില്ല. ഞാനും നശിച്ചു. ഇനി അവരെ കൂടി കൂട്ട ആത്മഹത്യക്ക്. എന്നെ രക്ഷിക്കണം സാർ, എന്നെ രക്ഷിക്കണം. പുറമേ ക്രൂരനാണെങ്കിലും അയാളുടെ ഉള്ളിന്റെ അലിവ് ഞാൻ അന്ന് മനസ്സിലാക്കി. എന്നോട് ആ മനുഷ്യന് ദയ തോന്നി.
നിന്റെ വീട് എവിടാ? കോഴിക്കോട് അടുത്ത് മുക്കം. ആ, വണ്ടിക്കൂലി കഴിച്ച് ബാക്കി ചില്ലറ ചെലവിന് കാണും. ഇനി നിന്നെ ഈ സിറ്റി കണ്ടുവരുത് പോ. മടങ്ങിപ്പോകാൻ പറയാൻ എളുപ്പമാണ്, പക്ഷേ എങ്ങനെ? ആത്മഹത്യ വരെ ഞാൻ ആലോചിച്ചു. അതൊന്നിനും പരിഹാരമാവില്ലല്ലോ. എല്ലാം നഷ്ടപ്പെട്ടവളായിരുന്നു ഞാൻ. എങ്കിലും എന്റെ ശരീരത്തിന് വില കിട്ടുമെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എന്റെ കുടുംബം പുലർന്നു. സീതേ, ഇന്ന് ഞാൻ ആ തൊഴിൽ നിർത്തി. അതിന് കാരണം ഈ മനുഷ്യനാണ്. ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏറ്റുവാങ്ങിയ അങ്ങേരുടെ വേദന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, എനിക്ക് ഉറപ്പാണ് അയാൾക്കൊരു ജീവിയെയും കൊല്ലാൻ കഴിയില്ല. ചേച്ചി ഇപ്പൊ വരും. വരട്ടെ, നമുക്കൊട്ടും തിരക്കില്ല. എണ്ണം തെറ്റില്ലോ. എന്തിനാ നോട്ടെണ്ണെന്ന്? ഇവിടെ തരാനാ? ആ അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നു, കാലം പോയ പോക്കേ. മുമ്പ് നമ്പൂതിരിയായി ജനിച്ചാ മതി. ഊണായാലും വിഷയായാലും ഒരു മുട്ടുമില്ലാതെ നടക്കും. അന്നുള്ളവർക്ക് സന്ധ്യയാവുമ്പോ പാനീസും കത്തിച്ച് ഇറങ്ങേ വേണ്ടു. കോവിലകത്തെ തമ്പുരാട്ടികൾക്ക് കൂട്ടിരിപ്പ്, നാട് നീള സംബന്ധം, രാവും പകലും ഇരിക്കപ്പുറതില്ലാത്ത അഭ്യാസം തന്നെ. കുട്ടി പറഞ്ഞാ വിശ്വസിക്കില്ല, എനിക്ക് ഇതുവരെ ഒന്നും തരായിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നേ? ഇവിടെ വന്ന് കുട്ടിയെ കണ്ടപ്പോ സംശയായി, ആരോടാ പറയേണ്ടതെന്ന്. ഏതായാലും ഇന്ന് മൂത്ത ആളെ ഉദ്ദേശിച്ചാ വന്നത്. ആ, ഞാൻ കുളിക്കായിരുന്നു തിരുമേനി. വിശേഷായി, ശുദ്ധായല്ലോ. ഞാൻ കാലത്ത് തിരുവാച്ചലിൽ പോയി വിസ്തരിച്ചു കുളിച്ചു, കൃഷ്ണന്റെ അമ്പലത്തിൽ തൊഴുതു. ഞാൻ പോവാച്ചി. സാറ അയച്ചാണോ തിരുമേനി? ഏയ്, ഞാൻ അങ്ങനെ കാപ്പി എടുക്കട്ടെ? അതൊക്കെ കഴിഞ്ഞിട്ട് മതി, നന്ന ക്ഷീണുണ്ടാവൂലോ. അപ്പോ എന്ത് കഴിയാൻ? ആദ്യം ഇതങ്ങോട്ട് വാങ്ങിക്കൂ. എന്താ ഇത്? നാടാടിയാണേ, അപ്പൊ പിന്നെ പ്രതിഫലം എന്ന് പറയാൻ വയ്യ. ഒരു ദക്ഷിണയായിട്ട്. തിരുമേനി, ഇനി താമസിക്കരുത്, എന്റെ ഉടല് വിറക്കണു. വിടാൻ വിടാൻ. പൈസ പോരായിട്ടാണോ? എന്ന് വെച്ചാൽ ഞാൻ പിന്നെ ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോകാൻ. അതെന്താ അങ്ങനെ? പാവമാണ് തിരുമേനി. ആ പോലീസ് ഇൻസ്പെക്ടർ അടക്കം നാടൊട്ടു പോവാല്ലേ? ഒന്നില്ലെങ്കിൽ ഞാനൊരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന്റെ മൗത്ത് എന്നോട് പറയരുത് തിരുമേനി. ഊട്ടുവരയിൽ ഊണും ഊൺ പണവും കൊടുത്ത് ബ്രാഹ്മണനെ സൽക്കരിച്ച ഒരു കോവിലകത്താ ഞാനും ജനിച്ചത്. എന്റെ അച്ഛനും ഒരു നമ്പൂതിരിയായിരുന്നു. നേമടിയും മാലിക്കാനും പോയി. നാലുകെട്ടിൽ പട്ടിണിയായപ്പോൾ എന്റെ അമ്മയുടെ സംബന്ധക്കാരനും പോയി, എന്റെ 7ാം വയസ്സിൽ. പിന്നീട് ഞാൻ എന്റെ അച്ഛൻ തിരുമേനിയെ കണ്ടിട്ടില്ല. എടവണ്ണ പാലൂര് മനയ്ക്കൽ കിടന്ന് ഈടെ അങ്ങനെ നരകിച്ച് ചത്തെന്ന് ഞാൻ കേട്ടു. എന്റെ ഇല്ലത്തോ? അപ്പൊ കുട്ടി കുറ്റല്ല, നാട് നീളെ സംബന്ധമായിട്ട് നടന്ന നിങ്ങളുടെ കാരണവന്മാർക്ക് എവിടെയൊക്കെ കുട്ടികളുണ്ടായെന്ന് അറിയൂ. സ്വന്തം മക്കളെ പോലും അവർ വ്യഭിചരിച്ചു കാണില്ല തിരുമേനി. എന്റെ ഈശ്വര, ശിവ ശിവ. വെറുതെ അല്ല, കുടുംബത്തോടെ മുടിഞ്ഞു പോയത്. കുട്ടി എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ. എനിക്കറിയാം തിരുമേനി, സ്വജാതിയിൽ എന്റെ അച്ഛന് പിറന്ന 6 പെൺമക്കൾ ആ മനയിൽ ഇപ്പോഴും ഉണ്ടെന്ന്. മൂത്ത് നരച്ച് പട്ടിണി കിടന്ന് നരകിക്കുന്ന അവർക്കൊണ്ടേ കൊടുക്കൂ ഈ കാശ്. വ്യഭിചരിക്കാനല്ല, ഒരു നേരത്തെ ആഹാരത്തിന് ഈ അപ്പൻ നമ്പൂതിരിയുടെ ദാനമായിട്ട് റേഷൻ അരി വാങ്ങിക്കാൻ.